അവസാനം അവര് വന്നു മക്കളെ, അവര് വന്നു. പക്ഷെ പ്രതികരിക്കാൻ ഒരു നാറികളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. സുഹൃത്തുക്കളെ, വി.ഡി. സതീശ മേനോനാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളെല്ലാവരെയും ചിന്ത. അല്ല, ഇവിടെ 3 BJP-ക്കാർ ജയിച്ചിട്ടുണ്ട്. അവർ പരോക്ഷമായിട്ട് നമ്മുടെ കേരളത്തെ ഭംഗിയായിട്ട് ഭരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, പാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആരാധനാലയം പ്ലസ് കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലവും എല്ലാ അഗതി മന്ദിരങ്ങളും വളരെ പെട്ടെന്ന് തന്നെ റെയ്ഡ് ചെയ്യണമെന്ന് ഞാനൊക്കെ പറയാം. അവിടെ നിരന്തരം പോലീസിന്റെ പരിശോധന വേണം. നിരന്തരം രഹസ്യമായും പരസ്യമായും എല്ലാ ആരാധനാലയത്തിലും നിരന്തരമായിട്ട് പരിശോധന വേണം. നമുക്കറിയാം, നമ്മുടെ ആ സ്ഥലത്തിന്റെ പേര് എന്തുവാണ്, ഞാൻ പറഞ്ഞു തരാം. എലോഹി ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന് പറയുന്ന സെന്റർ ഉണ്ട്, പത്തനംതിട്ടയിലാണ്. അവിടെയാണ് താമസിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അതിഭീകരമായിട്ട് ജോലി എടുക്കുകയും അവരെ മാനസികവും ശാരീരികവുമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് അതൊക്കെ നോക്കി നടത്തുന്ന അവിടുത്തെ ഒരു പാതിരി ഒരു അച്ഛനുണ്ട്. ലെവന ആസാരം തെണ്ടി എന്നൊക്കെ പറയേണ്ടി വരും. ലെവനെയാണ് പിടിച്ച് അകത്തിടേണ്ടത്. അവിടെ കുറെ വിശ്വാസ സമൂഹങ്ങളുണ്ട്. അവിടെ പോയിട്ട് പ്രാർത്ഥന നടത്തുകയും മറ്റൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ പ്രാർത്ഥന നടത്തുന്ന ഇവന്മാർക്ക് ഇതൊന്നും ബോധമില്ലായിരുന്നു. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കണ്ടെന്ന് ഇവന്മാരൊന്നും അറിഞ്ഞില്ലേ? ആ കുഞ്ഞുങ്ങളെ അവിടെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അപ്പൊ ഇവന്മാരൊക്കെ എന്ത് തേങ്ങയ്ക്കാ പ്രാർത്ഥിക്കാൻ പോണേ? ആരോടാ പ്രാർത്ഥിക്കാൻ പോകുന്നേ? കൊച്ചു കുഞ്ഞുങ്ങളെ വേദന കാണാതെ ഇവരോടൊക്കെ പ്രാർത്ഥിച്ചിട്ടാ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഏതായാലും സംഗതി അവിടെ കിടക്കട്ടെ. ഇപ്പൊ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ക്രിസ്ത്യൻ എന്താ പറയാ അവരുടെ ഭരണത്തിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് BJP-ക്കാര് കയറിയിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നു. ദൈവം തോന്നി ഞങ്ങളുടെ ദൈവത്തെ ആരാധന ഞങ്ങളെ അനുവദിക്കണം. പള്ളികളിൽ പോയി ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. പള്ളി ആരാധന ഇതെല്ലാം ക്രിസ്ത്യാനി ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാ. ഇത് മിണ്ടാതിരിക്കരുത്. ഇതിൽ നിന്നുള്ള ഞങ്ങൾക്ക് നീതിയോട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ആരാധനാലയം പള്ളിയെ സമ്മതിക്കത്തില്ല. നീതിയോടുകൂടി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വാസമൊക്കെ കാറ്റിൽ 16 എണ്ണക്കായിട്ടൊക്കെ പറത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം BJP-ക്കാര് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല. ഇപ്പൊ തന്നെ ഈ അടുത്ത കാലത്ത് BJP-ക്കാര് ആളുകളെ നിശ്ചയിക്കുന്നു, BJP ആളുകളെ പലയിടത്തും കൊണ്ടുപോയിട്ട് വെക്കുന്നു എന്നല്ലാതെ വേറൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ള. അപ്പൊ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വി.ഡി. സതീശ മേനോൻ ആർക്ക് വേണ്ടി ഭരിക്കുന്നു എന്നാണ് ഇപ്പൊ നമ്മളൊക്കെ ആലോചിക്കുന്നത്, അന്വേഷിക്കേണ്ടത്. ഏകദേശം ലീഗിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ കോൺഗ്രസ് മെല്ലെ കൊണ്ടുപോയിട്ട് മുഴുവൻ BJP ആവാൻ പോവാണെന്നുള്ളത്. എന്തായാലും കാട് ഞങ്ങള് പഞ്ചായത്തിനോട് പറഞ്ഞ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് ഒരു ചർച്ചിന് സ്ഥലം കിട്ടി. പല കാര്യങ്ങൾ പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. ഞങ്ങളത് കോർട്ടിനെ സമീപിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു ആരാധന പണിയാൻ. എന്നിട്ടും അത് തടസ്സപ്പെടുത്തിയ പഞ്ചായത്താ. ആ മേഡം ഒരുപാട് മാനസികമായി ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ നീതിപീഠം അനുകൂലമായ ഒരു വിധി ഞങ്ങൾക്ക് തരുമെന്നറിയാം. പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്നീർക്കര പഞ്ചായത്തിൽ ഒരു നിയമം, അതാത് പഞ്ചായത്തിൽ ഒരു നിയമം നടപ്പാക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിനും അതാത് പഞ്ചായത്ത് പ്രസിഡന്റ് നിയമം ചെയ്യണ്ടേ. ഓമലൂർ പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റ് വന്ന് ചെന്നീർക്കര പഞ്ചായത്തിൽ വന്ന് കാണിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവ് കണ്ടത്. ഞങ്ങൾ അതിന്റെ നിയമം അതിന്റെ കാര്യങ്ങളെല്ലാം ഓൾഡ് ഏജ് ഹോമിന്റെ എന്തായാലും അതിൽ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ട്. നിങ്ങളെ പ്രാർത്ഥനയൊക്കെ നമ്മൾ എന്താ പറയുക തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. അവിടെ BJP-ക്കാരൊക്കെ കയറിയിട്ട് നിരങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരേന്ത്യൻ രീതി നമ്മുടെ കേരളത്തിൽ തുടരുകയാണെങ്കിൽ അതിന്റെ ആരംഭത്തിന് സൂചനയായിട്ട് കാണണം. അങ്ങനെ തന്നെ അതിനെ കാണാൻ സാധിക്കുള്ളൂ. കാരണം ഇതുവരെ BJP-ക്കാർ എവിടെയായിരുന്നു? ഇതുവരെ അവിടെയുള്ള നാട്ടുകാരെവിടെയായിരുന്നു? BJP-ക്കാർക്ക് എന്ത് അധികാരമാണ് ഒരു ആരാധനാലയത്തിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ കുറെ വഴക്കുണ്ടാക്കാൻ? ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് കുറച്ച് ക്രിസ്ത്യൻസ് വന്നിട്ട് ഏതെങ്കിലും അമ്പലത്തിലേക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കോട്ടെ. ഏതെങ്കിലും അമ്പലത്തിൽ ഒരു പൂജാരി പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ പൂജാരി ഒരു ലൈംഗിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നതിന്റെ ഭാഗമായിട്ട് അത് ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് അങ്ങനത്തെ ഒരു ലൈംഗിക കുറ്റകൃത്യം ചെയ്തു എന്ന് വിചാരിക്കുക. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്രിസ്ത്യാനികൾ മുഴുവൻ സമരം വിളിച്ചുകൊണ്ട് അമ്പലത്തിങ്ങനെ തള്ളിക്കയറുകയും അവിടെ ആരാധന നടത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? അതിഭീകരമാവൂലേ പ്രശ്നം? ഇവിടെ കലാപം നടക്കൂലേ? അന്ന് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആ ഒരു ആരാധന സ്ഥലത്തേക്ക് ഇപ്പോൾ കടന്നു കയറിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു, നോക്ക്. പത്തനംതിട്ട ഓമല്ലൂർ വനവാസത്തിന് വനവാസനല്ല എന്റെ സുഹൃത്തെ. പത്തനംതിട്ട
ഓമല്ലൂർ സ്നേഹത്തണൽ വൃദ്ധസദനത്തിലെ മർദ്ദനത്തിനെതിരായ പ്രതിഷേധത്തിൽ വിശ്വാസികളെ തടഞ്ഞു ബിജെപി പ്രവർത്തകർ. വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി കൂട്ടത്തോടെ എത്തിയപ്പോൾ ബിജെപി പ്രവർത്തകർ തടഞ്ഞു. വിശ്വാസികൾ ബൈബിൾ ഉയർത്തി പ്രതിഷേധിക്കുകയാണ്. സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ട്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേർന്നു. ശ്രീരാജ്, എന്താ സാഹചര്യം? ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. വിശ്വാസികൾ പ്രാർത്ഥിക്കാനായി ഓമല്ലൂരിലെ ഈ കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു ബിജെപി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം ഉണ്ടായത്. ഓമല്ലൂരിൽ വൃദ്ധസദനത്തിൽ കുട്ടികളെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ മാതൃസ്ഥാപനം എന്ന നിലയ്ക്കാണ് ഓമല്ലൂരിലെ ഈ സ്ഥാപനത്തിലേക്ക് ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഇവിടെ നടക്കേണ്ടതാണ്, ആരാണ് ആ കുട്ടികളെ മർദ്ദിച്ചത് അവരെ അറസ്റ്റ് ചെയ്യണം. ആ വൃദ്ധന്മാർക്ക് മാന്യം മര്യാദയുമില്ലാത്ത ജീവിതം അവിടെ ആരാണ് ഒരുക്കി കൊടുത്തത് അവരെ അറസ്റ്റ് ചെയ്യണം. അതില് പള്ളിയിൽ അച്ഛനാണോ പള്ളിയിൽ തപ്പനാണോ അമ്മയാണോ എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും പൂജാരിയായാലും മുക്രിയായാലും എന്താ പറയുക, ഈ പള്ളിയിൽ അച്ഛനായാലും പിടിച്ചകത്തിടണമെന്നേ. ഇമാതിരി തെണ്ടിത്തരൊന്നും നമ്മുടെ ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ അനുഭവിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിന്റെ പേരിൽ ഒരു വിശ്വാസ സമൂഹത്തെ ഒരു പ്രത്യേക പാർട്ടി, അത് സോക്കോള് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം എന്ന രീതിയിൽ നിലകൊള്ളുന്ന ഒരു പാർട്ടി വന്നിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അതിക്രമമാണ്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഏതെങ്കിലും ഒരു നമ്പൂതിരി ഒരു പ്രശ്നം ഉണ്ടാക്കി വിചാരിച്ചിട്ട് അമ്പലത്തിലേക്ക് നമുക്ക് സമരം ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും പള്ളിയിലത്തെ ഒരു മുക്കുരി ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരെങ്കിലും പള്ളിയുടെ ഉള്ളിലേക്ക് സമരം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ഇതും പാടില്ല. ഇവരാരാധന നടത്തുന്ന സ്ഥലമാണ്. അവിടെ ഏതോ ഒരു നാറി എന്തോ ഒരു കുറ്റം ചെയ്തു, ആ നാറിയെ പിടിച്ചകത്തിടുക എന്നല്ലാതെ അവിടേക്ക് BJP-ക്കാരൊക്കെ കയറി ചെല്ലുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്താണോ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെയും ചെയ്യുന്നു എന്നർത്ഥം. എവിടെ നമ്മുടെ എന്താ പറയാ കോൺഗ്രസിന്റെ ജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് 100 ചില്ലറ സീറ്റുമായിട്ട് അധികാരത്തിൽ വരുന്ന കോൺഗ്രസ്സുകാരെവിടെ? കോൺഗ്രസ്സുകാരെന്താ മിണ്ടാതിരിക്കുന്നത്? VD സതീശൻ ചേട്ടൻ എവിടെ? സോറി കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. VD സതീശൻ മേനോൻ എവിടെ? നമ്മുടെ ആഭ്യന്തര മന്ത്രി ചെന്നിത്തല? പോലീസിന് വിടണ്ടേ? ആ BJP-ക്കാരെ തടയണ്ടേ? ഇനി ആ BJP-ക്കാരെ അവിടെ തടയുന്നില്ലെങ്കിൽ, പോലീസിന് വിടുന്നില്ലെങ്കിൽ, ഇതിന് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ആരൊപ്പമാണ് ഈ ഒരു വിഷയത്തിൽ അറിയാം ആരൊപ്പമാണ് VD സതീശൻ മേനോൻ ഗവൺമെന്റ് നിൽക്കുന്നത് എന്ന്. കൃത്യമായിട്ടും അത് RSSന്റെ BJP-യുടെ ഒപ്പമായിരിക്കും. സംശയമൊന്നും വേണ്ട. 11 കൃത്യമായിട്ടും ഭരിക്കുന്ന അവർക്ക് വേണ്ടി തന്നെയാണ്. രാവിലെ തന്നെ 6 മണിയോടുകൂടി തന്നെ BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു. വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ വിശ്വാസികളായിട്ടുള്ള അവിടേക്ക് പ്രാർത്ഥിക്കാൻ എത്തുന്ന ആളുകളെ അവിടെ പ്രവേശിപ്പിക്കില്ല എന്നായിരുന്നു BJP പ്രവർത്തകർ പറഞ്ഞിരുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥനയെ തടയുകയല്ല എന്ന വാദമാണ് BJP പ്രവർത്തകർ ഉയർത്തുന്നതെങ്കിൽ പോലും പ്രാർത്ഥിക്കാൻ എത്തുന്ന വിശ്വാസികളെ തടയുന്ന തരത്തിലായിരുന്നു ഈ BJP-യുടെ ഒരു പ്രതിഷേധം എന്തായാലും ഈ ഘട്ടത്തിൽ ഉണ്ടായത്. ഒരു തരത്തിലും ഈ പ്രാർത്ഥിക്കാൻ എത്തുന്നവരെ അകത്തേക്ക് ഈ സ്ഥാപനത്തിലേക്ക് കയറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ വൃദ്ധസദനത്തിന്റെ മാതൃസ്ഥാപനം എന്ന നിലയ്ക്കാണ് യെലോഹം വർഷിപ്പ് സെന്റർ അതും ആ മർദ്ദനമേറ്റ സ്ഥാപനമല്ല, മർദ്ദനമേറ്റ സ്ഥാപനത്തിന്റെ മാതൃസ്ഥാപനം എന്ന നിലയ്ക്ക് ഇവിടെ നടത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടുള്ള ഏതോ ഒരു തളി ക്ഷേത്രത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കണ മാതിരി. മനസ്സിലായില്ലേ? തളി ക്ഷേത്രത്തിലെ പ്രശ്നത്തിന് എന്തിനാണ് ഗുരുവായൂർ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തായാലും അമ്പലത്തിലായാലും പള്ളിയിലായാലും പള്ളിയുടെ ഒരു ആരാധനാലയെ തകർത്തുകൊണ്ട് അവിടുത്തെ ആരാധന രീതികൾ തകർത്തുകൊണ്ട് അവിടെ പ്രശ്നങ്ങളല്ല. അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിന് കുറ്റം ചേർത്തപ്പെട്ട ആളെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് BJP-ക്കാരൊക്കെ സമരം ജയിച്ച് നമുക്ക് അവരൊപ്പം നിൽക്കാൻ സാധിക്കും. ഇതല്ല, ഇത് കരുതി കൂട്ടിയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണമായിട്ട് മാത്രമാണ് നമുക്ക് കരുതാൻ സാധിക്കുള്ളൂ. എന്തായാലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. കേരളത്തില് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ കലാപത്തിന് ഉതകുന്ന അല്ലെങ്കിൽ കലാപ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇതിനു മുമ്പ് തന്നെ ഇവിടുത്തെ ചില പൊട്ടന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പൊട്ടന്മാരെന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥങ്ങൾക്ക് മനസ്സിലായിണ്ടായിരിക്കും ഇല്ലയോ? അവരിങ്ങനെ തന്നെ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറയും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ പറയും അത് പൊട്ടത്തരമാണെന്ന്. പക്ഷേ നെഞ്ചത്തടി കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി കേരളം മെല്ലെ മെല്ലെ ഓരോരോ കമ്പനികൾക്ക് നമ്മുടെ VD സതീശൻ മേനോൻ വിൽക്കും. നമ്മളെ വൈദ്യുതി, നമ്മുടെ പെട്രോള്, ഇങ്ങനെ മദ്യമൊക്കെ വിറ്റ് കഴിഞ്ഞു. മദ്യം വിറ്റു, കർണാടക ലോബിക്ക് വിറ്റ് കഴിഞ്ഞു. ടാക്സ് ഒക്കെ കുറച്ച് കൊടുക്കാൻ പോവുകയാണ്. അനുഭവിച്ചോളെ. ബൈ.